ഐഡിയ 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 അവസാനം ഒന്ന് കിട്ടി. വിളിക്കാത്ത കല്യാണത്തിന് പോവാ. അതെ ഗൈസ്, ഗോയിങ് ടു അൺഇൻവൈറ്റഡ് വെഡിങ് ഇൻ കേരള. പോയ പാടന്നെ ഞങ്ങൾ കണ്ട കാഴ്ച, അവർ ഞങ്ങളെങ്ങനെ പിടിക്കപ്പെട്ടു. ഞാൻ ഒരാളോട് നമ്മളുടെ സീക്രട്ട് ഷെയർ ചെയ്തു. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ ഫുള്ള് ഇന്നത്തെ വ്ലോഗിൽ ഉണ്ടാവുന്നതാണ്. മസ്റ്റ് വാച്ച്. എന്റെ ബാക്കിലാണ് ഗൈസ് 5 സ്റ്റാർ ഹോട്ടൽ. ലൈഫിൽ ആദ്യമായിട്ട് വിളിക്കാത്ത കല്യാണത്തിന് പോയി, ബട്ട് ദേ വേർ റിച്ച്. ഈ സീക്രട്ട് ഞാൻ കുറച്ച് ആൾക്കാരോട് ഷെയർ ചെയ്തു. ഫുഡ് കഴിച്ച് യൂട്യൂബ് വ്ലോഗ് എടുക്കാൻ തുടങ്ങി, ബട്ട് അറ്റ് ലാസ്റ്റ് ഒരു ചേച്ചി നമ്മുടെ കൈയോടെ പൊക്കി. ഇതിന് ശേഷം എന്തായിന്ന് ഞാൻ പാർട്ട് 2 അപ്ലോഡ് ചെയ്യും, കമ്മിങ് സൂൺ. നിങ്ങൾ ചലഞ്ച് ചെയ്ത പോലെ വിളിക്കാത്ത കല്യാണത്തിന് ഞാൻ പോയി. ഇനി ഈ വീഡിയോന്റെ ടോപ്പ് കമന്റ് എന്താണോ അതായിരിക്കും എന്റെ അടുത്ത ചലഞ്ച്. ഞാനും എന്റെ ഫ്രണ്ടും കല്യാണ ഹാളിൽ കയറിയ ഉടനെ എല്ലാരും അവിടെ കൂട്ടം കൂടി നിൽക്കുകയാണ് എൻട്രൻസ് മേലെ. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വെൽക്കമിങ് ഡ്രിങ്ക് ആയിട്ട് കുടിച്ചു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കാണിക്കാതെ വെൽക്കമിങ് ഡ്രിങ്ക് കുടിച്ച് ഞാള് ആൾക്കാരുടെ കൂടെ ഒത്തൊരുമ വെച്ച് അവിടെ നിൽക്കാട്ടോ. ഉള്ളിൽ കയറിയ പാട് കാണുന്ന ഞങ്ങൾ വലിയൊരു ഹാളാണ്. അപ്പൊ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ അവിടെ 2 അപ്പൂപ്പന്മാരുണ്ടായിരുന്നു. അവരെ മുന്നിൽ പോയി ഇരുന്നിട്ടോ. ഞാനും എന്റെ ഫ്രണ്ടും കുറച്ചു നേരം ഞങ്ങൾ പിയോട്ടിനെയും പിയാബ്ലിനെയും ഒക്കെ നോക്കിയിരുന്നു. പിന്നെ അവർ കേക്ക് പൊറിക്കുന്നതൊക്കെ നോക്കി. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉണ്ട് ഒരു വലത്തെ സൈഡിലോട്ട് ഇറങ്ങി പോകുന്നു. അപ്പൊ ഞങ്ങൾ അവരുടെ ബാക്കിൽ പോയിട്ടോ. അതെല്ലാം കഴിഞ്ഞ് എനിക്ക് ആരാന്ന് പോലും അറിയാത്ത ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു ചെങ്ങായിനോട് പോയിട്ട് അവൻ അറിയുന്ന പോലെ സംസാരിച്ചു. ഞാനൊരു വ്ളോഗറാണ്, യൂട്യൂബറാണ്. വിളിക്കാത്ത കല്യാണത്തിന് വന്നതാണ്. നമ്മളെ വിളിച്ചിട്ടില്ല ആക്ച്വലി. അപ്പം എന്താണ് ബ്രോന്റെ പേര്? അനന്ത്. ഇവിടെ ഇതിന്റെ റിലേറ്റീവ് ആണോ? അതെ. അപ്പോൾ ഞാനിപ്പോ ഈ ഒരു സംഭവം ചെയ്തതിൽ എന്താണ് പറയാനുള്ളത്? എന്നെ എക്സ്പോസ് ചെയ്യോ? വിശന്നിട്ട് വന്നല്ലേ? ആര്? ഞാനോ? ഈ നമ്മള് അല്ല, നമ്മളൊരു കാണാൻ വന്നാണോ? വ്ലോഗാണ്. അപ്പൊ നമ്മള് അൺഇൻവൈറ്റഡ് ആയിട്ട് വെഡിങ്ങിന് പോവാണ് ആസ് എ ചാലഞ്ച്. അപ്പം അതിനാണ് വന്നത്. പിന്നെ ഫുഡ് അടിക്കും അഫ്കോഴ്സ്. ഫുഡ് കഴിക്കും, എന്നിട്ട് നമ്മള് വൈബാക്കും. അപ്പൊ എന്താണ് ബ്രോന് പറയാനുള്ളത്? ഇത് സക്സസ്ഫുൾ ആവോ? സക്സസ്ഫുൾ ആവും. ഇങ്ങനെ കുറെ പോകുന്നല്ലേ. അടിപൊളി. അപ്പൊ എന്തായാലും ഗൈസ് കണ്ടില്ലേ, ഫുൾ ഫ്രണ്ട്ലി ആണ്. നിങ്ങൾ ഇതിനെ പേടിക്കുന്നത്. അപ്പൊ നമ്മള് വിളിക്കാതെ, ഞാനിപ്പോ ആദ്യമായിട്ട് വിളിക്കാതെ അതിനകത്ത് പോകുന്നത് ഭയങ്കര ആദ്യമായിട്ടാ. ആയാണ് ഫുഡ്. ബ്രോ ഫുഡ് കഴിച്ചോ? നമുക്ക് ഒരു ചേച്ചാലോ? അച്ഛനും അമ്മേനെയും വേണോ? എന്നാ ഗൈസ്, എന്റെ പേരെന്തേനു? അനന്തു. ഗൈസ്, അനന്തുവിന്റെ അച്ഛനമ്മേനും കൂടെ അനന്ത് ഫുഡ് കഴിക്കട്ടെ. നമുക്കും പോയി ഫുഡ് കഴിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നോൺ വെജ് അനന്തുവിൻ്റെ ബാക്ക് കയറി. ഇവിടെ നമുക്ക് ആകെ അറിയുന്ന അനന്തുവും പിന്നെ വേറൊരു ബ്രോവാണ്. പിന്നെ സ്വപ്നമ്മയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരാളില്ല. ഇത് നമുക്ക് ഫുഡ് അടിച്ചിട്ട് ബാക്കി. ഇത് നോൺ വെജ് സെക്ഷൻ, അത് വെജ് സെക്ഷൻ. അതാണ് സംഭവം. അതെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളി ബഫേ ഉണ്ടായിരുന്നു. നമ്മൾ നല്ല അടിപൊളിയായിട്ട് പൊറാട്ടയും പനീറും കറിയും ബട്ടർ ചിക്കനും ഒക്കെ കൂടി ഇരുന്ന് നമ്മൾ ഫുഡ് കഴിച്ചു ഗൈസ്. ഗൈസ്, പൊറാട്ട ആൻഡ് ചിക്കൻ. മിഷൻ സക്സസ്ഫുൾ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ആ കോറിഡോർ കൂടി പാസ് ചെയ്ത് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ച്. ആദ്യം കൈയൊക്കെ കഴിയുമ്പോൾ ആ ബാക്കിയുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. നമ്മളെ ഹാൻഡ് വാഷിങ് ഏരിയ കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ കൈയൊക്കെ കഴിഞ്ഞത്. നമ്മളിവിടെ അൺഇൻവൈറ്റഡ് ആയിട്ട് വന്നതാണ്, വിളിക്കാത്ത കല്യാണത്തിന് വന്നതാണ്. അപ്പോൾ നമ്മളൊരു വ്ളോഗറാണ്. അപ്പോൾ നമ്മള് അടിപൊളി തന്നെ. അപ്പോൾ ഗൈസ്, നമ്മളിതാ നല്ല അടിപൊളി പരിപാടിയാണ്. ആസ് യു കെൻ സി, വമ്പൻ പരിപാടിയാണ്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. റിച്ച് ഏരിയ ആണ് ഗൈസ്. ബഫറ്റ് വിത്ത് ബീഫ്, ചിക്കൻ, മട്ടൻ. പിന്നെ നമ്മളെ പോലെ തന്നെ വേറെയും കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. എൻ്റെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ പിന്നെ ഫോട്ടോ എടുക്കണ്ടേ. എല്ലാം കഴിഞ്ഞ് നമ്മൾ ബ്രൈഡിനെയും ഗ്രൂമിനെയും ഒക്കെ ഒന്ന് കണ്ട് അവിടെയുള്ള പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കേട്ട് എൻജോയ് ചെയ്ത് കുറേ കുട്ടികളൊക്കെ വായി നോക്കിയതിന് ശേഷം നമ്മൾ മെല്ലെ ഓഡിറ്റോറിയത്തിൽ പുറത്തോട്ട് നടന്ന് അങ്ങനെ ഫൈനലി മിഷൻ സക്സസ്ഫുൾ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി ഫുഡ് കഴിച്ചു. ആൾക്കാരോട് മിങ്കിളായി ഒരാളോട് നമ്മൾ സീക്രട്ട് ഷെയർ ചെയ്തു. മെല്ലെ പുറത്തോട്ട് ഇറങ്ങി വന്ന ഒരു ചെറിയൊരു ടൈനി ലിറ്റിൽ സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആയിരുന്നു.